ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടൊരു സ്വീറ്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കിയാലോ, അതും പച്ചമാങ്ങ ഉപയോഗിച്ച്. അപ്പോൾ ഈ സ്വീറ്റ് മാംഗോ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 5 പച്ചമാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ മലപ്പുറത്ത് ഇതിന് കോമാങ്ങ എന്നാണ് പറയുക. നിങ്ങളുടെ അവിടേക്ക് ഈ മാങ്ങക്ക് എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെറിയ പീസായിട്ടാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് നല്ല ചെറിയ പീസല്ല കേട്ടോ, കുറച്ചൊക്കെ ഒരു ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ശർക്കര വീതമൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ശർക്കര ഇപ്പൊ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിനു വേണ്ടി 1/4 കപ്പ് നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ചൂടായ പാനിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലും ചെറിയ പീസായി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എല്ലാം ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോ ഈ മാങ്ങ ഇതിലിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും മാങ്ങ നല്ല സോഫ്റ്റ് ആയി വന്നോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പകരം ഒരു 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ചേർത്താലും മതി. അപ്പൊ അച്ചാർ ഇപ്പൊ ഈ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ തണുത്ത് കഴിയുമ്പോൾ അത് നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി ഇത് വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിക്കാം. അപ്പൊ ഞാനിപ്പോ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയുടെയും നെയ്ച്ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് മാംഗോ പിക്കിളാണ് ഇത്. അപ്പൊ ഈ മധുരമാങ്ങ അച്ചാറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്